നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിന്നർ പ്രിപ്പറേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീറും ഗ്രീൻ പീസും ഇട്ട കറിയും പിന്നെ ഉലുവ ഇലയിട്ട് ഉണ്ടാക്കിയ ഒരു ചപ്പാത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസ് ഞാൻ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ ഗ്രീൻ പീസാണ്. അതുകൊണ്ട് തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിരുന്നു. 1/2 കപ്പ്. പിന്നെ 200 ഗ്രാം പനീർ കറി തയ്യാറാക്കുന്നതിന് 15 മിനിറ്റ് മുമ്പായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അപ്പോൾ പനീർ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നമ്മുടെ ഉലുവയുടെ ഇല ഞാൻ ഒരു കെട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേര് കട്ട് ചെയ്ത് കളഞ്ഞ് വലിയ തണ്ടൊക്കെ മാറ്റിയ ശേഷം നന്നായിട്ട് വെള്ളത്തിലിട്ട് കുലുക്കി കഴുകിയെടുത്തതാണിത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, അതായത് മേഥി റോട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മേഥി അല്ലെങ്കിൽ ഉലുവച്ചീര 1 കപ്പ് ഉണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട്. കൂടുതലോ കുറവോ ആവാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്തിട്ട് നമ്മുടെ കറി റെഡി ആവുന്നവരെ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ മേഥി റോട്ടിയുടെ ഒപ്പം കഴിക്കാൻ പോകുന്നത് ഒരു പനീറും ഗ്രീൻ പീസും കൂടെയുള്ള കറിയാണ്. അതിനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിനകത്ത് തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. ഒരു സവാള, 2 തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ മിക്സിയിലിട്ട് ഒരു ക്രഷ്ഡ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് പേസ്റ്റായി പോകാൻ പാടില്ല. ഒരു ചെറിയ കുക്കർ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് വച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ ലിഡിട്ട് അതിൻ്റെ വെയിറ്റും ഇട്ട ശേഷം 2 വിസിൽ വേവിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിരുന്ന പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൻ്റെ വിസിൽ റിലീസായ ശേഷം നമ്മൾ അത് തുറന്ന് ഗ്രീൻ പീസ് വെന്തോന്ന് നോക്കുക. 2 വിസിൽ എന്തായാലും വെന്തിട്ടുണ്ടാവും, കുതിർത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളം കുറവാണ്, അപ്പോൾ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അത്രയേ ഉള്ളൂ. നമുക്കിനി ചപ്പാത്തി പരത്തിച്ചിടുക എന്നുള്ള ജോലി മാത്രമേ ബാക്കിയുള്ളൂ ഡിന്നർ കഴിക്കാനായിട്ട്. നമ്മുടെ കറി റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി ചപ്പാത്തികൾ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി നമുക്കിനി ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് തവയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ ചപ്പാത്തിയും പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഓരോ ചപ്പാത്തിക്കും ഒഴിച്ചു കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറിലുള്ള ഡോട്ട്സ് ഉണ്ടാകുന്നവരെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുത്ത് ഹോട്ട് പാക്കിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പനീർ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. സാധാരണ പനീർ കറിയല്ല, കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പക്കറിയാണ്. അപ്പോൾ പനീറും ഗ്രീൻ പീസും കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെ ഒരു കംപ്ലീറ്റ് മീലായിരിക്കും. നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് മീൽ എന്ന് തന്നെ പറയാം.
അപ്പോൾ ചപ്പാത്തിയുടെ അകത്ത് നമുക്ക് ആവശ്യത്തിന് ഫൈബറിനായിട്ട് നമ്മൾ ഉലുവച്ചീര ചേർത്തിട്ടുണ്ട്. പിന്നെ കറിയുടെ അകത്ത് ഗ്രീൻ പീസും പനീറും ഉണ്ട് പ്രോട്ടീനായിട്ട്. ചപ്പാത്തി മാവ് കാർബോഹൈഡ്രേറ്റ്സുമായി. അപ്പോൾ ആകെ മൊത്തം നമുക്ക് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് റെഡിയായി. ഇതിനൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സാലഡ് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിന്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ അധികം സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലുള്ള കുക്കർ കറികൾ ട്രൈ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഡിന്നർ മെനു ഐഡിയാസ് അല്ലെങ്കിൽ ഓഫീസ് ലഞ്ച് ഐഡിയാസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. അതുവരെ ബൈ.